തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്ത കോട്ടയത്തെ എൻഡിഎ സ്ഥാനാർത്ഥിക്കെതിരെ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. പ്രിന്ററും പബ്ലിഷറും ആരാണെന്നും എത്ര കോപ്പി അടിച്ചിട്ടുണ്ടെന്നും ഓരോ പോസ്റ്ററിലും രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ പി.സി. തോമസിന്റെ പോസ്റ്ററുകളിൽ ഇതില്ല എന്നാണ് യുഡിഎഫിന്റെ ആരോപണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് അച്ചടിച്ച പോസ്റ്ററുകളിലാണ് പ്രിന്ററും പബ്ലിഷറും രേഖപ്പെടുത്താത്തതെന്നാണ് എൻഡിഎയുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിയും ഇറക്കുന്ന ഓരോ പോസ്റ്ററിലും ആരാണ് പ്രിന്റ് ചെയ്തതെന്നും ആരാണ് പബ്ലിഷ് ചെയ്തതെന്നും എത്ര കോപ്പികളുണ്ടെന്നും കൃത്യമായി രേഖപ്പെടുത്തണം. എന്നാൽ കോട്ടയത്തെ എൻഡിഎ സ്ഥാനാർത്ഥി പി.സി. തോമസിന്റെ പോസ്റ്ററുകളിൽ ആരാണ് പ്രിന്റ് ചെയ്തതെന്നോ പബ്ലിഷ് ചെയ്തതെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര കോപ്പികൾ അടിച്ചു എന്നതുപോലും രേഖപ്പെടുത്താതെയാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമം 127A ഇക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചട്ടം പാലിക്കാതെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിനെതിരെ യുഡിഎഫ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ പണക്കെടുപ്പുകൾ കൊണ്ട് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി കോട്ടയത്ത് ഒരിക്കലും അനുവദിക്കത്തില്ല. തീർച്ചയായിട്ടും നിയമപരമായ നടപടികളിലേക്ക് ഞങ്ങൾ പോകും. ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ക്രിമിനൽ ഒഫൻസാണ്. അതിന് നടപടിയെടുക്കാൻ വേണ്ടി കോട്ടയം SP ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റ് എല്ലാ സ്ഥാനാർത്ഥികളും നിയമം കൃത്യമായി പാലിക്കുന്നുണ്ട്. നിയമം ലംഘിച്ചാണ് പ്രചാരണം നടത്തുന്നതെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും എൻഡിഎ നേതൃത്വം ഇത് തിരുത്താൻ നിർദ്ദേശിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അച്ചടിച്ച പോസ്റ്ററുകളിലാണ് ഈ പിശക് പറ്റിയിട്ടുള്ളതെന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥി പി.സി. തോമസ് നൽകുന്ന വിശദീകരണം. ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ പോസ്റ്റർ ഒട്ടിച്ച് പോകുന്ന പതിവാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ 10ഉം 20ഉം പോസ്റ്ററുകളാണ് പി.സി. തോമസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിശദമായൊരു അന്വേഷണം ഇതിൽ വേണമെന്ന് ഇവർ പറയുന്നത്. ക്യാമറ പേഴ്സൺ രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1.